താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഇഷാനി ഫോൺ നെഞ്ചോടിയർത്തൊന്ന് കണ്ണടച്ചു. അവൻ തനിക്കൊപ്പം ഉണ്ടാവുന്ന അറിവ് ആൾക്ക് എന്തൊക്കെയോ അനുഭൂതി നിറച്ചു. മോളെ, നീ കഴിക്കാൻ വരുന്നുണ്ടോ? അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ പിന്നെ വരാമെന്ന് മെസ്സേജ് ഇട്ടവൾ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അതേസമയം ഭദ്രൻ തന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അമ്മ അടുക്കളയിൽ പാത്രം കഴുകിയായിരുന്നു. അമ്മേ, അവൻ നീട്ടി വിളിച്ചു. എന്താ? അവർ തിരിഞ്ഞു നോക്കി. ഇഷാനിയും സേവയും കുറിച്ച് നാട്ടിൽ പലതും പറയുന്നുണ്ട്. അവരുടെ വിവാഹം നടക്കാൻ പോകുന്നു. നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേ? അമ്മ ഒരു നിമിഷം അവരെ നോക്കി നിന്നു. നീ എന്തിനാ അവളുടെ കാര്യത്തിന് പുറകെ നടക്കുന്നത്? അവൾ നിന്റെ ആരാ? എന്തെങ്കിലും ചെയ്യട്ടെ, നിനക്കെന്താ? ചോദ്യത്തിൽ അവൻ അമ്പരുന്നു. മറുപടി അവന്റെ തൊണ്ടയിൽ കുരുങ്ങി. അമ്മേ, നീ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. അവൾക്ക് നിന്നോടൊന്നുമില്ല. പിന്നെ എന്തിന്? അവൾ ആ നസാണി ചെക്കനെ കെട്ടട്ടെ. ശല്യം. അമ്മയുടെ ശബ്ദം കടുപ്പമായി. ഭദ്രൻ ഒന്നും പറയാൻ മുറ്റത്തേക്ക് നടന്നു. എന്നാൽ അവന്റെ മനസ്സിലൊരു തീ പളർന്നു. അവൾ തന്നെ തിരസ്കരിച്ചു. ഇപ്പൊ അവനെ കെട്ടാൻ പോകുന്നു. അസൂയയുടെ വിഷം അവനെ കാർന്ന് തിന്നുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഓഫീസ് പരിസരത്ത് അല്പം തിരക്ക്. പുതിയ ഡീല് സംബന്ധിച്ച രേഖകൾ ഒരുക്കുന്നതിൽ സ്റ്റാഫ് തിരക്കിലായിരുന്നു. ഇഷാനി നേരത്തെ തന്നെ എത്തിയിരുന്നു. ഫയലുകൾ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാതിൽ തുറന്ന് സേവി അകത്തേക്ക് നടന്നു. കയ്യിൽ വെളുത്ത ബാൻഡേജ്, മുഖത്തൽപ്പം ക്ഷീണം, പക്ഷേ കണ്ണുകളിൽ പതിവ് ആത്മവിശ്വാസം. ഇഷാനി എഴുന്നേറ്റു. ആൾക്ക് അവന്റെ കൈ കാണുമ്പോൾ വീണ്ടും വേദന തോന്നി. വേദനയുണ്ടോ? ഉണ്ട്, പക്ഷെ സഹിക്കാം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇഷാനി, അവനൽപ്പം ഗൗരവത്തോടെ വിളിച്ച്. നമ്മളെ കുറിച്ച് നാട്ടിൽ പലതും പറയും, നീ വിഷമിക്കണ്ട. ആളവനെ നോക്കി. ഞാനെന്തിനാ വിഷമിക്കേണ്ടത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അതെ, പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിക്കില്ല. എനിക്കറിയാം, പക്ഷേ ഞാൻ എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ വാക്കുകൾക്കായി മാറ്റിവെക്കുന്നില്ല. അവളുടെ ശബ്ദത്തിൽ ഉറപ്പ്. സേവിക്ക് അവളോട് ബഹുമാനം തോന്നി. ഓഫീസിലെ ജോലികൾ തിരക്കിലായി രണ്ടുപേരും. പുതിയ കമ്പനിയുമായുള്ള കോൺട്രാക്റ്റൊക്കെ മെയിലായി അയച്ചു. ഭക്ഷണം കഴിക്കാൻ ഒരുപാട് വൈകിയിരുന്നു. ജോസൂട്ടി വന്നപ്പോൾ സേവി പുറത്തേക്ക് പോയി. ഇഷാനി ഭക്ഷണം കഴിക്കാൻ ലഞ്ച് റൂമിലേക്കും. തിരക്ക് പിടിച്ച ദിവസമായിരുന്നെന്ന് സേവിക്കും. വൈകിട്ട് അവിടെ ഇറങ്ങുമ്പോൾ സേവിയുടെ കാറിൽ കയറി. ജോസൂട്ടിയാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഷാനിയെ വീട്ടിൽ കൊണ്ടുവിടാൻ സേവി പറഞ്ഞു. അവൾക്ക് ആ യാത്രയിൽ തെറ്റായൊന്നും തോന്നിയില്ല. കവലയിൽ കൂടി ആ കാർ നീങ്ങിയപ്പോൾ ചായക്കടയിലിരിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണ് കാറിനുള്ളിലേക്കായിരുന്നു. ആ കാർ വഴിയിലൂടെ പാഞ്ഞുപോയപ്പോൾ ചായക്കടയിൽ വീണ്ടും ചർച്ചകൾ തുടങ്ങി. ഭദ്രൻ അവിടെ എത്തുമ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. ഇപ്പൊ കാറിലായി തമ്പുരാട്ടിയുടെ സഞ്ചാരം. ദാ പോയി, നീ കണ്ടില്ലേ? രാജൻ ചോദിച്ചപ്പോൾ അവന്റെ കണ്ണുകളൊന്നും ചുവന്നു. അന്ധമായ തീരുമാനത്തിലേക്ക് നീങ്ങിയായിരുന്നു അവന്റെ മനസ്സ്. രാജിയമ്മയെ കാണാൻ സേവി ഇറങ്ങി. അവനോട് ഓരോന്നും ചോദിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല അവർക്ക്. ചായയും പലഹാരവും കഴിപ്പിച്ചാണ് അവരവരെ തിരിച്ചയച്ചത്. കാറിനടുത്തേക്ക് അവൻ നടക്കുമ്പോൾ ഇഷാനി അവനൊപ്പം പോയി. ജോസൂടി കാർ തിരിക്കാനായി മുന്നോട്ട് പോയിരുന്നു. ഇഷാനി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ഇപ്പൊ ഞാൻ മറ്റൊന്നിനേക്കാളും ആഗ്രഹിക്കുന്നത് നിന്റെ ഈ സാമീപ്യമാണ്. എത്രയും പെട്ടെന്ന് നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പനെയും മൂർത്തിയെങ്കിലും നാളെ തന്നെ വിടാം. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ പെണ്ണേ. രജിസ്റ്റർ മാരേജിനുള്ള ഏർപ്പാട് ചെയ്യണം. എനിക്കും അങ്ങനെ തന്നെ തോന്നുക. നാട്ടുകാർക്ക് പറഞ്ഞുണ്ടാക്കാൻ അധികം അവസരം കൊടുക്കണ്ടല്ലോ. എത്രയും പെട്ടെന്ന് അങ്ങനെ നടക്കാൻ ഞാനിപ്പോൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെ പറഞ്ഞവൾ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അപ്പനെയും മൂർത്തിയെങ്കിലും ഞാൻ വിടാം. ഈ വരുന്ന ഞായറാഴ്ച കാര്യങ്ങൾ മുറ പോലെ നടക്കട്ടെ. അപ്പോഴേക്കും ജോസൂട്ടി കാർ തിരിച്ചു വന്നിരുന്നു. എത്തിയെ വിളിക്കണം കേട്ടോ, ആൾ പറഞ്ഞപ്പോൾ അതിനൊന്ന് തലയാട്ടിയവൻ. മുറിയിൽ ഇരുട്ടിലിരുന്ന് ഭദ്രൻ ആലോചിച്ചു. അവന്റെ ചിന്തകൾ കാട് കയറി. ഒരിക്കലും സേവി ഇഷാനി ഒന്നാവാൻ പാടില്ല, അതും മനസ്സിൽ ഉറപ്പിച്ചവൻ. ഫാദർ ബെഞ്ചമിൻ പള്ളിയിലെ ഓഫീസ് മുറിയിൽ ഇരിക്കുകയായിരുന്നു. വൈകുന്നേരത്തെ വെളിച്ചം ജനലിലൂടെ അകത്തേക്ക് വീഴുമ്പോൾ മതിലിലെ കുരിശിന് മുമ്പിൽ ഒരു നിശബ്ദത. വാതിൽ തട്ടിയ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം തലയുയർത്തി. വരൂ, അദ്ദേഹം പറഞ്ഞു. വാതിൽ തുറന്ന് അകത്ത് കിടന്ന കറിയാച്ച മുതലാളിയായിരുന്നു. വെളുത്ത മുണ്ടും ചുപ്പയും, നെറ്റിയിൽ ചൂടിന്റെ മുത്തുകൾ. പക്ഷേ കണ്ണുകളിൽ ഒരു കഠിനത. ഇടവക കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗം. പള്ളിയിൽ ആരും പറയാതെ കേൾക്കുന്ന ശബ്ദം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. കറിയാച്ചൻ തലകുനിച്ച് പറഞ്ഞു. എന്നും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കൂ കറിയാച്ച. ഫാദർ ബെഞ്ചമിൻ സ്നേഹത്തോടെ പറഞ്ഞു. എന്തെങ്കിലും പ്രത്യേക കാര്യമാണോ? കറിയാച്ചൻ അച്ഛനെ നോക്കി നെടുവീർപ്പോടെ വിഷയത്തിലേക്ക് കടന്നു. അച്ഛാ, എൻ്റെ മകൻ സേവി, അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നറിയാം. ഇഷാനി എന്ന പേരുള്ള കുട്ടി, ഹിന്ദുമതക്കാരിയാ. ഫാദർ ബെഞ്ചമിൻ ശാന്തമായി കേട്ടു. അവൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചു ദിവസം മുമ്പ് തന്നെ എന്നെ കാണാൻ വന്നിരുന്നു അവൻ. കറിയാച്ചന്റെ കണ്ണിലൊരു ചലനം. അതെ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. 2 മതത്തിൽപ്പെട്ട ഒരു കല്യാണം കഴിക്കാനാണ് പോകുന്നത്. ഇഷാനി ഹിന്ദു ആയതുകൊണ്ട് പള്ളി കെട്ടാൻ സാധിക്കില്ലെന്നറിയാം. ഞങ്ങളുടെ ഉദ്ദേശം രജിസ്റ്റർ മാരേജ് നടത്താനാ. പക്ഷേ അച്ഛനൊന്ന് അറിയിക്കണം തോന്നി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അഭിമാനവും ആശങ്കയും കൂടിച്ചേർന്നിരുന്നു. ഫാദർ ബെഞ്ചമിൻ കുറച്ചേരം നിശബ്ദനായി. കറിയാച്ച, പള്ളിയുടെ നിയമം നിങ്ങൾക്കറിയാം.
വിവാഹം സക്രമെന്റാണ്. ഒരാൾ കത്തോലിക്കനായാൽ പള്ളിയുടെ അനുമതിയില്ലാതെ വിവാഹം കഴിക്കുന്നത് പാപമാണെന്ന് കാണും. എന്നാൽ മിശ്ര വിവാഹങ്ങൾക്ക് പ്രത്യേക അനുമതിയുണ്ട്. കുട്ടി തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കാതെ ഭാവിയിൽ കുട്ടികളെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്താൻ സമ്മതിക്കണം. കറിയാച്ചൻ ദീർഘശ്വാസം വിട്ടു. അച്ഛാ, സേവി തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കില്ല. പക്ഷേ ഇഷാനിയെ മതം മാറാൻ ഞങ്ങൾ നിർബന്ധിക്കില്ല. ഇന്നത്തെ കാലം മാറിയല്ലോ. കുട്ടികളുടെ സന്തോഷം നോക്കണം. ജനിക്കുന്ന കുട്ടികൾ ഏത് വിശ്വാസത്തിൽ വളരണമെന്ന് അവർ തീരുമാനിക്കട്ടെ. കാലം മാറിയിട്ടുണ്ട്, പക്ഷേ ഇടവക മാറിയിട്ടില്ല. ആ വാക്കുകൾ കറിയാച്ചന്റെ ഹൃദയത്തിൽ തട്ടി. അതെ, അതാണ് ഭയം. അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ ഇടവക കമ്മിറ്റിയിൽ ഞാൻ തന്നെ എപ്പോഴും പള്ളിയുടെ നിയമം പറഞ്ഞു നിൽക്കുന്നവനാ. അപ്പൊ എൻ്റെ മകൻ രജിസ്റ്റർ മാരേജ്. ഫാദർ ബെഞ്ചമിൻ മൃദുവായി ചിരിച്ചു. നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണ്, പക്ഷെ സ്വന്തം വീട്ടിൽ വന്ന തീരുമാനങ്ങൾക്ക് ഭാരം കൂടും. അതിനിടെ പുറത്ത് ചിലരുടെ ശബ്ദം. ഇടവക ഓഫീസിന് മുമ്പിൽ പതിവായി കൂടുന്ന ആളുകൾ. കപ്പ്യാരി പൈലി അറിയിച്ചിട്ട് വന്നവരാണെന്ന് വ്യക്തം. ഇന്നെന്തോ പ്രത്യേക ആവേശം. കേട്ടോ സേവിയുടെ കാര്യം? ഒരാൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എന്തു പെണ്ണാത്രേ? കറിയാച്ചൻ തന്നെ കമ്മിറ്റിയിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? പള്ളിയുടെ മാനക്കേട്. മുറിവുറുപ്പുകൾ വലുതായി. കറിയാച്ചൻ എഴുന്നേറ്റ് ജനരയിൽ നിന്നു. പുറത്തു നിന്നിരുന്നവർ തമ്മിൽ നോക്കി ചർച്ച ചെയ്യുന്നു. ചിലർ അകത്തേക്ക് നോക്കി. കാണുന്നോച്ചാ? അദ്ദേഹം ചോദിച്ചു. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഫാദർ ബെഞ്ചമിൻ ശാന്തമായി എഴുന്നേറ്റു. കറിയാച്ചാ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? പള്ളിയിൽ കെട്ടണമെന്ന് വിചാരമുണ്ടോ? ഇല്ലച്ചാ, ഇഷാനി മതം മാറാൻ തയ്യാറല്ല. അവളെ ഞാൻ ബലമായി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. രജിസ്റ്റർ മാരേജ്, അതിനുശേഷം ചെറിയൊരു കുടുംബ സമ്മേളനം, അത്ര തന്നെ. അപ്പോ നിങ്ങൾക്ക് എന്റെ അനുഗ്രഹം വേണോ, അതോ എന്റെ മൗന സമ്മതോ? കറിയാച്ചൻ തളർന്നു. അച്ഛാ, ഞാൻ പള്ളിയുടെ വിരുദ്ധനല്ല. ഞാൻ ഇന്ന് വിശ്വാസിയായ മനുഷ്യനാ. പക്ഷെ ഞാനൊരു അച്ഛനുമാ. എന്റെ മകന്റെ സന്തോഷം ഞാൻ കാണണം. ഇടവക്കാരെന്തു പറയുന്നുള്ള ഭയമുണ്ട്. എന്നാ അവനെ എനിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ വാതിൽ തുറന്ന് ഇടവകയിലെ ജോസഫ് ചേട്ടൻ തലകയറ്റി. അച്ഛാ, ഒന്ന് വരൂ, കുറച്ചുപേര് സംസാരിക്കാനുണ്ട്. ഫാദർ ബെഞ്ചമിൻ കറിയാച്ചനെ നോക്കി. നിങ്ങളിവിടെ തന്നെ ഇരിക്കൂ. അദ്ദേഹം പുറത്തേക്ക് പോയി. പള്ളിയുടെ പ്രാകാരത്തിൽ ചെറിയൊരു കൂട്ടം. ജോസഫ്, മത്തായി, മറിയാമ്മ, കുറച്ച് യുവാക്കൾ. അച്ചോ, ഇത് ശരിയാണോ അച്ചോ? മത്തായി ചോദിച്ചു. കമ്മിറ്റിയിലിരുന്ന് സ്വന്തമായി രജിസ്റ്റർ മാരേജ് നടത്താൻ അനുവദിക്കാൻ പറ്റുമോ? ഇത് കണ്ടാവും നാളെ മറ്റുള്ളവരും ചെയ്യുക. പണക്കാരനും പാവപ്പെട്ടനും വേറെ നിയമമൊന്നുമില്ലല്ലോ ഇടവകയിൽ. നാളെ മറ്റുള്ളവരും ചെയ്യുമെന്ന് വെച്ച് നമുക്ക് ആരെയും പരിധിയിൽ കൂടുതൽ ഉപദേശിക്കാനൊന്നും കഴിയില്ല. ഫാദർ ബെഞ്ചമിൻ കൈയുയർത്തി ശാന്തമായി പറഞ്ഞു. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരുടെയും ജീവിതം, അവരുടെ താല്പര്യം. പള്ളി ഉപദേശം നൽകാം, പക്ഷെ നിർബന്ധിക്കാനാവില്ല. പിതാവിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. കറിയാച്ചൻ നമുക്ക് വേണ്ടപ്പെട്ട ആളാണല്ലോ. വിവരം അറിഞ്ഞാൽ നിങ്ങളെ വിളിപ്പിക്കാം. അടുത്ത കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാം. ഇപ്പൊ എല്ലാവരും പിരിഞ്ഞു പോകണം. അച്ഛൻ പറയുന്ന കേട്ടപ്പോൾ മുറിവുറുപ്പ് ഉയർന്നു. അവൻ പള്ളി കിട്ടുന്നില്ലെങ്കിലേ സക്രമെന്റ് ലഭിക്കില്ല, ജോസഫ് കടുപ്പമായി പറഞ്ഞു. അതെ, ഫാദർ സമ്മതിച്ചു. പക്ഷെ നാം അവനെ സമൂഹത്തിൽ നിന്ന് തള്ളിക്കളയണോ? അവൻ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അച്ഛൻ അല്പം ചൂടായിക്കൊണ്ടാണ് അത് പറഞ്ഞത്. ഒരു നിശബ്ദത. അച്ചോ, ഇടവകയുടെ മാന്യത? മത്തായി വീണ് ചോദിച്ചു. ഇടവകയുടെ മാന്യത ക്രൂശിൽ തൂങ്ങിയിരിക്കുന്നവന്റെ സ്നേഹത്തിലാ, ഫാദർ പറഞ്ഞു. നാം നിയമം പറഞ്ഞ് മനുഷ്യനെ നഷ്ടപ്പെടുത്തരുത്. മുറിമുറുപ്പ് വീണ്ടും ഉയർന്നു. ചിലർ സമ്മതിച്ചു, ചിലർ തലകുലുക്കി. അവിടെ നിന്നിരുന്ന യുവാവ് ഒരാൾ പറഞ്ഞു. അച്ഛാ, ഇന്നത്തെ തലമുറ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മതം വേറെയാണെന്ന് പറഞ്ഞ് സ്നേഹം നിർത്താൻ കഴിയില്ല. ജോസഫ് അവനെ തീക്ഷണമായി നോക്കി. പഴയകാലം പോയി. മറ്റൊരുത്തൻ ശബ്ദമുയർത്തി. പഴയകാലം പോയിട്ടില്ല, പക്ഷെ മനുഷ്യരുടെ ഹൃദയം മാറുന്നു. നാം അതിനെ മനസ്സിലാക്കണം. തൽക്കാലം ഈ ചർച്ച ഇവിടെ അവസാനിക്കട്ടെ. അദ്ദേഹം മുറിയിലേക്ക് മടങ്ങി. കറിയാച്ചൻ കസേരയിൽ തലതാഴ്ത്തിയിരുന്നു. കേട്ടില്ലേ പുറത്തടന്ന സംസാരം? കല്ലെറിയാൻ ഒരുപാട് ആളുകളുണ്ട്. തെറ്റ് ചെയ്യാത്ത ക്രിസ്തുവിനെ കല്ലെറിഞ്ഞ ആളുകളല്ലേ സ്വാഭാവികം. ഫാദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കേട്ടു അച്ചോ, ഞാൻ ജീവിതകാലം മുഴുവൻ പള്ളിക്കായി നിന്നവനാ. ഇനിയും നിൽക്കും. പക്ഷെ എന്റെ മകന്റെ ജീവിതം തർക്കാൻ ഞാൻ തയ്യാറല്ല. ഇടവക്കാരെന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ. ഞാനൊരു അച്ഛനായിട്ട് എന്റെ കടമ ചെയ്യണം. ഫാദർ ബെഞ്ചമിൻ അടുത്തേക്ക് വന്നു. അപ്പൊ എന്റെ ഉപദേശം കേൾക്കൂ. രജിസ്റ്റർ മാരേജ് നടത്തൂ. പക്ഷെ അതിനു മുമ്പ് സേവി യുഷാനിയുടെ വരട്ടെ. ഞാൻ അവരോട് സംസാരിക്കാം. വിശ്വാസത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്. അവൻ തന്റെ വിശ്വാസം ഉപേക്ഷിക്കരുത്. കുട്ടികളുണ്ടാകുമ്പോൾ അവരെ ക്രൈസ്തവ മൂല്യങ്ങൾ വളർത്താൻ തയ്യാറാണോ എന്ന് ചോദിക്കണം. കറിയാച്ചൻ തലകുനിച്ചു. ഞാൻ അവരെ കൊണ്ടുവരാച്ചു. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ഞാനൊരു ഉറപ്പ് തരില്ല. അതൊക്കെ സേവി യുഷാനിയും തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും. കറിയാച്ചൻ മുതലാളി ഉറപ്പോടെ പറഞ്ഞു. നാം ആരെയും പുറത്താക്കുന്നില്ലെന്ന് വ്യക്തമാക്കും, പക്ഷേ നിയമം ലഘൂകരിക്കുന്നില്ലെന്നും പറയും. പുറത്തെ ആളുകൾ ചിലരെ കൊഴിഞ്ഞുപോയി. പലരെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്.
ഇടവകയിലെ ഒരു അംഗമെന്ന നിലയിൽ. ഇപ്പം അതൊക്കെ എനിക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരുന്നു. എന്നാലും ഞാൻ അവരെ പിരിക്കില്ല. നാളെ ഇഷാനിയുടെ വീട്ടിലേക്ക് പോവാ, അവളുടെ അമ്മയോട് സംസാരിക്കാൻ. കറിയാച്ച മുതലാളി തന്റെ തീരുമാനത്തിൽ വ്യക്തത വരുത്തി. ഫാദർ ചിരിച്ചു. ദൈവം നമ്മെ വിനീതരാക്കാൻ ചിലപ്പോ ഇങ്ങനെ അവസരം നൽകും. കറിയാച്ചന്റെ കണ്ണുകൾ നനഞ്ഞു. അച്ഛൻ, ഞാൻ പള്ളിയെ വഞ്ചിക്കുന്നില്ല. ഞാൻ എന്റെ മകനെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത് വഞ്ചനയല്ല, സ്നേഹമാണ്. വാതിൽ തുറന്ന് അവർ പുറത്തേക്ക് നടന്നു. ഇടവക്കാരെല്ലാം നോക്കി. ജോസഫ് അടുത്തെത്തി. എന്താ തീരുമാനം? കറിയാച്ചൻ നേരെ നിന്നു. എന്റെ മകൻ രജിസ്റ്റർ മാരേജ് ചെയ്യും, പക്ഷേ അവൻ അവന്റെ വിശ്വാസം ഉപേക്ഷിക്കില്ല. പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഓടുന്നില്ല, ഇവിടെ തന്നെ കാണും. ഉറച്ച വാക്കുകളോടെ പറഞ്ഞു കറിയാച്ചൻ. ചിലർ മിണ്ടാതിരുന്നു. ഫാദർ ബെഞ്ചമിൻ കൂട്ടത്തിലേക്ക് നോക്കി. ഈ ഇടവക ഒരു കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ നാം ഒരാളെയും പുറത്താക്കുന്നില്ല. സേവി നമ്മുടെ മകനാ. മുറുമുറുപ്പ് ശമിച്ചു. കറിയാച്ചൻ പള്ളിയുടെ കയറ്റത്തിൽ നിന്ന് താഴേക്ക് നടന്നു. ഇടവകക്കാരെന്തു പറഞ്ഞാലും ഞാൻ എന്റെ മകന്റെ അച്ഛനാ. പള്ളിമണിയുടെ ശബ്ദം മുഴങ്ങി. ശബ്ദം ആകാശത്തിലേക്ക് ഉയർന്നു. മനസ്സിൽ വന്ന ശാന്തതയോടെ മുതലാളി വീട്ടിലേക്ക് മടങ്ങി. അച്ഛനെ കണ്ടോ? വീട്ടിൽ വന്ന ഏലിയാമ്മച്ചി ചോദിച്ചു. അച്ഛനെ കാണാൻ പോവുകയാണെന്ന് മുതലാളി അവരോട് പറഞ്ഞിട്ടാണ് പോയത്. സേവിയുടെ വിവാഹം എങ്ങനെയെങ്കിലും നടന്നാൽ മതി എന്നായിരുന്നു അവർക്ക്. ഔസേപ്പച്ചനും അതേ അഭിപ്രായം തന്നെയായിരുന്നു. കണ്ടു. കറിയാച്ചൻ മുണ്ടോടക്കി കസേരയിലിരുന്നു. എന്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്നതിൽ അച്ഛനില്ലാത്ത പ്രശ്നം ഇടവക്കാർക്ക്. ഇടവക്കാര് ശാന്തരല്ല. എന്റെ മകൻ തെറ്റൊന്നും ചെയ്യുന്നില്ല, സ്നേഹിച്ചാണ് വിവാഹം എന്ന് മാത്രം. അതേസമയം സേവി വീട്ടിലേക്ക് വന്നു. കണ്ണുകളിൽ ആശങ്ക. അച്ഛന് കണ്ടോ? അപ്പന്റെ അടുത്തിരുന്നുകൊണ്ട് ചോദിച്ചവൻ. കണ്ടു. കറിയാച്ച അവന് നേരെ നോക്കി. നാളെ നീയും ഇഷാനിയും കൂടി പള്ളിമേട വരെ പോകണം. അച്ഛനെ ഒന്ന് കാണണം. അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞു. എന്തായാലും ഇഷാനിയുടെ വീട് വരെ ഞാനും മൂർത്തിയും പോകുന്നുണ്ട്. അമ്മയോട് സംസാരിക്കണം. അവർക്ക് എതിരഭിപ്രായമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ച പോലെ വിവാഹം നടക്കും. ഉറച്ച വാക്കുകളായിരുന്നു അപ്പന്റെ. അത് തന്നെയായിരുന്നു സേവിയുടെ ശക്തി. ഇഷാനിയെ വിളിച്ചപ്പോൾ സേവി കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഫാദറിനെ കാണാൻ പോകുന്നതിലൊന്നും ആൾക്കൊരു എതിരഭിപ്രായം ഇല്ലായിരുന്നു. അടുത്ത ദിവസം മൂർത്തി അങ്കിളപ്പനും കൂടി രാജിയമ്മയെ കാണാൻ വേണ്ടി പോയി. സ്നേഹത്തോടെ അവരകത്തേക്ക് ക്ഷണിച്ചു. അവർ ഇഷാനി അവർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുങ്ങി തന്നെയാണ് ഇരുന്നിരുന്നത്. അവർക്ക് യാതൊരു അഭിപ്രായക്കുറവുമില്ല സേവിക്ക് ഇഷാനിയെ വിവാഹം ചെയ്ത് നൽകുന്നതിൽ. കറിയാച്ച മുതലാളിയുടെ ആശങ്കകളൊക്കെ നീങ്ങിപ്പോയി. എന്നാ പിന്നെ അങ്ങനെ തന്നെ ഉറപ്പിക്കാം. അടുത്ത മാസം രജിസ്റ്റർ മാരേജ്. എല്ലാവരെയും വിളിച്ച് ഗംഭീരമായിട്ടൊരു റിസപ്ഷനും. എന്തു പറയുന്നു? രാജിയമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് മുതലാളി ചോദിച്ചു. എനിക്ക് 100 വട്ടം സമ്മതം. ശ്രീകുട്ടി ഇഷാനിയെ തോണ്ടി. ആളുടെ മുഖത്ത് നാണത്തിന്റെ ചുവപ്പ് ഉണർന്നു. ഇഷാനിയെ അവരുടെ കൂടെ തന്നെ കൊണ്ടുവന്നു. സേവി അവളും കൂടി ഫാദറിനെ കാണാൻ വേണ്ടി പോയി. ഞായറാഴ്ചത്തെ പതിവ് കമ്മിറ്റി കൂടുന്ന സമയമായതുകൊണ്ട് കമ്മിറ്റി അംഗങ്ങളും മറ്റു പലരും ഉണ്ടായിരുന്നു. ജോസഫ് ചേട്ടൻ ഇതിനകം എത്തിയിരുന്നു. മത്തായിയും ത്രേസ്യാമ്മയും എല്ലാവരും ഉണ്ട്. അകത്ത് ഫാദർ ബെഞ്ചമിൻ മേശക്കുമ്പിൽ ഇരിക്കുകയായിരുന്നു. വാതിൽ തുറന്ന് സേവി ഇഷാനി അകത്ത് കിടന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചു, സേവി വിനയത്തോടെ പറഞ്ഞു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കും. ഇഷാനിയെ നോയി പുഞ്ചിരിച്ചുകൊണ്ടാണ് ഫാദർ പറഞ്ഞു. അപ്പം പറഞ്ഞിട്ടും നീ പറഞ്ഞിട്ടും വിവരങ്ങളൊക്കെ എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും ആലോചിച്ചാണോ തീരുമാനമെടുത്തത്? അതെ അച്ചു. ഫാദർ ഇഷാനിയെ നോക്കി. മോളെ, നിനക്കറിയോ ഈ വിവാഹം പള്ളിയിലെ സക്രമെന്റായി നടക്കില്ലെന്ന്? അറിയാച്ചോ, ഞാൻ മതം മാറാൻ തയ്യാറല്ല. പക്ഷേ സേവിച്ചന്റെ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുന്നു. കുട്ടികളുണ്ടാവുമ്പോ? ഫാദർ ചോദിച്ചു. ഒരു നിമിഷം നിശബ്ദം. സേവി ഇഷാനിയെ നോക്കി. അവൾ ശാന്തയായി പറഞ്ഞു. അവർക്ക് 2 മതത്തെയും അറിയാം. പക്ഷെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളരണമെന്ന് സേവിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തടയില്ല. അവരെ നല്ല മക്കളായി വളർത്തുക എന്നാണ് പ്രധാനം ഞാൻ വിശ്വസിക്കുന്നു. ഫാദർ ബെഞ്ചമിൻ കുറച്ചേരം ആലോചിച്ചു. വിവാഹം സ്നേഹത്തിന്റെ വാഗ്ദാനം മാത്രമല്ല, ഉത്തരവാദിത്വം കൂടിയാണ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിശ്വാസത്തെ ആദരിക്കണം. വഴക്കുകൾ മതത്തിന്റെ പേരിൽ വരരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ചോ, സേവി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. പുറത്തു നിന്നുള്ളവർ അകത്ത് കയറി. ജോസഫ് തുടങ്ങി. അച്ചോ, ഇത് ശരിയായിട്ടുള്ള മാതൃകയല്ല. കമ്മിറ്റിയിൽ ഇരിക്കുന്നവന്റെ മകൻ രജിസ്റ്റർ മാരേജ്. നാളെ ഇത് തന്നെ ആവർത്തിക്കും. അവരെ ഇടവകയിൽ നിന്നും പുറത്താക്കണം. ഞങ്ങളെ ഇടവകയിൽ നിന്ന് പുറത്താക്കിയിട്ട് നിനക്കൊക്കെ എന്നാ കോപ്പിട്ടാനാണ്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ഏത് ഇടവകയിൽ അംഗമായിരുന്നു? ഇടവകയും കമ്മിറ്റിയെല്ലാം ഉണ്ടാക്കിയ നമ്മൾ ഓരോരുത്തരുവാ. അല്ലാതെ അങ്ങേര് പരസ്പരം സ്നേഹിക്കാനോ പഠിപ്പിച്ച് മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിത്തല്ലാനല്ല. സേവിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മുണ്ടും മടക്കി കുത്തിയാൻ ജോസഫിന്റെ അടുത്തേക്ക് ചെന്നു. ഫാദർ ബെഞ്ചമിൻ ശാന്തനായി പറഞ്ഞു. പള്ളിമേടയിൽ വെച്ചൊരു തർക്കം വേണ്ട. ഞാൻ പിതാവുമായി സംസാരിച്ചു. രജിസ്റ്റർ വിവാഹം കഴിക്കുന്നതിലൊന്നും ഒരു തടസ്സവും. പരസ്പരം സ്നേഹിക്കുന്നവരൊന്നാവട്ടെ. അവരുടെ കൂടെ നിൽക്കാൻ കഴിയുന്നവർ നിൽക്കുക. ആരും ഇടവകയിൽ നിന്ന് ആരെയും പുറത്താക്കുന്നില്ല. ഈ വിവാഹം പള്ളിയിലെ സക്രമെന്റായി നടക്കില്ല. പക്ഷേ സേവി നമ്മുടെ ഇടവകാംഗം തന്നെയാണ്. അവൻ വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഫാദർ കർശനമായി പറഞ്ഞു. എന്നാലും ഇത്രയും കുടുംബമായ്മയും മറ്റുള്ള സേവിച്ച ഹിന്ദു പെൺകുട്ടിയെ കെട്ടുന്ന മോശം തന്നെയാ. ഇടവകയിൽ പെൺകുട്ടികൾ ഇല്ലാത്ത പോലെ.
ഇഷാനി നോയി ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു ത്രേസ്യാമ്മ. ഇഷാനി അവരെ നോയി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഹിന്ദുവാണ്. എന്റെ കുടുംബം എന്റെ വിശ്വാസത്തിൽ അഭിമാനിക്കുന്നു. അതുപോലെ സേവിച്ചെന്റെ കുടുംബവും അവരുടെ വിശ്വാസത്തിൽ അഭിമാനിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ഒരാളുടെ മതം മാറ്റാനല്ല, പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും കഴിയാനാണ്. മതത്തിന്റെ പേര് പറഞ്ഞ് തർക്കിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ മതവിശ്വാസങ്ങളും പഠിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്, പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും. അവളുടെ ശബ്ദത്തിൽ തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. സ്നേഹവും വിശ്വാസവും പഠിപ്പിച്ച യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച ആളുകളല്ലേ. അപ്പൊ പിന്നെ സേവിച്ചനെ ക്രൂശിൽ തറച്ചില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ. നിങ്ങൾക്ക് ആവുന്ന പോലെ ചെയ്യും, എനിക്ക് കഴിയുന്ന പോലെ ഞാനും നോക്കിക്കോളാം. ഒരു നിമിഷം ആ മുറിയിൽ നിശബ്ദത. ഇനിയും തർക്കിച്ചെന്നാൽ സേവിച്ചനെ മറ്റൊരു മുഖം കാണേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് പലരും പിൻവാങ്ങി. ഫാദർ അവസാനമായി പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ യുവദമ്പതികൾക്കായി അവരുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവട്ടെ. എല്ലാവർക്കും മാതൃകാ ദമ്പതികളായിട്ട് ഇവരിയ്ക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റു. ഫാദർ ഇരുവരുടെയും തലയിൽ കൈവച്ച് മൗനമായി പ്രാർത്ഥിച്ചു. ആ പ്രശ്നത്തിന് അവിടെ തിരശ്ശീല വീണു. പള്ളിയുടെ ഗോപുര ആകാശത്തേക്ക് ഉയർന്നിൽക്കുന്നു. അതിന്റെ കീഴിൽ വ്യത്യസ്ത വിശ്വാസങ്ങൾ രണ്ട് ഹൃദയങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെക്കാൻ തയ്യാറായി. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ഡേറ്റും സമയമൊക്കെ അറിയിക്കാം. എല്ലാവരും കൂടി വന്നേക്കണം എന്റെ വിവാഹം കളറാക്കാൻ. സേവി എല്ലാവരെയും നോയി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ ഞങ്ങളേറ്റു സേവിച്ച. പിന്തുണയുമായി കുറച്ച് യുവാക്കൾ മുന്നോട്ട് വന്നു. മാറ്റത്തിന്റെ പുതിയ തുടക്കം. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ഫാദർ നോയി പറഞ്ഞുകൊണ്ട് ഇഷാനിയുടെ വലതു കൈയിൽ തന്നെ കൈവിരലുകൾ കോർത്തു പിടിച്ചുകൊണ്ട് ആ പള്ളിയിൽ നിന്ന് നടന്നു നീങ്ങിയവർ നിറഞ്ഞ മനസ്സോടെ. പള്ളിയിലെ ചർച്ച കഴിഞ്ഞപ്പോഴാണ് തങ്കച്ചിയും സഹോദരന്മാരും വിവാഹം നിശ്ചയിച്ച് വിവരം അറിയുന്നത്. 3 പേരുടെ മുഖങ്ങളിലും ഗൗരവം നിറഞ്ഞു. എന്താണ് തങ്ങൾ നടക്കരുതെന്ന് ആഗ്രഹിച്ച് അത് നടക്കാൻ പോകുന്നു. എന്നാൽ ഈ സമയം മേരിയമ്മ ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, വിവാഹം അടുത്ത മാസം. എന്റെ മോന്റെ വിവാഹത്തിന് ഞാൻ എത്തും. അവരുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ദൃഢത. ഇനി എന്ത് സംഭവിക്കും? കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.